സത്യത്തിൽ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. സന്തോഷത്തിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. എത്ര പെട്ടെന്നല്ലേ ഈ പിള്ളേരൊക്കെ വളർന്ന് വലുതാവുന്നത്. ആദ്യം കരുതിയിരുന്നത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ കരുതി ഇതിലൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ ലേറ്റർ എനിക്ക് തന്നെ ഇരുന്ന് കാണാമല്ലോ എന്ന്. അതിൽ 5:30-ക്ക് അലാമൊക്കെ വെച്ചെങ്കിലും രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ആദിക്ക് ഇന്നലെ നല്ല ടെമ്പറേച്ചറായിരുന്നു. അതുകൊണ്ട് രാത്രിയിലൊക്കെ നല്ല നിർബന്ധമായിരുന്നേ. പിന്നെ അവൻ ഉറങ്ങിയെങ്കിലും എനിക്ക് അങ്ങ് ആകെ ടെൻഷനായിരുന്നു കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, എന്തെങ്കിലും കാര്യത്തിന് രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഉറക്കം വരില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയാം. ഞാൻ എണ്ണീറ്റപ്പോൾ തന്നെ ആദ്യം എൻ്റെ കൂടെ എണ്ണീറ്റേ. എന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോൾ എണീക്കുന്നോ അപ്പോൾ അവൻ എൻ്റെ കൂടെ എണീക്കും. ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം ഞാൻ അങ്ങ് ഒതുക്കി. ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് നേരെ ദേവനെ വിളിക്കാനാണ് കേട്ടോ പോയത്. ഞാൻ ചെന്നപ്പോൾ തന്നെ ദേവൻ ഏകദേശമൊക്കെ ഉണർന്ന് കിടക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ എണ്ണീറ്റു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എണ്ണീറ്റു. ഞാൻ വിചാരിച്ചു പാടായിരിക്കും എന്ന്. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവനെ എണ്ണീപ്പിച്ചിട്ട് നേരെ ബ്രഷ് ചെയ്യാനെ കൊണ്ട് അങ്ങ് വിട്ടു. ആൾ തന്നെ ബ്രഷ് ചെയ്തോളും, കുഴപ്പമില്ല. തന്നെ കുളിക്കുകയും ചെയ്തോളും. പക്ഷേ അവനെ തന്നെ കുളിപ്പിക്കാൻ വിട്ടാൽ 2 മണിക്കൂറത്തെ കുളിയായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ കുളിപ്പിച്ചെല്ലാം കയറ്റി. കുളിക്കാനായിട്ട് കയറ്റിയപ്പോൾ ആൾ ഒരേ കരച്ചിൽ, അമ്മ എനിക്ക് തണുക്കുന്നേ എന്നും പറഞ്ഞ് ഒരു തരത്തിൽ കുളിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് കയറ്റി എന്ന് വേണം പറയാൻ. പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഫാനെല്ലാം റൂമിൽ അങ്ങ് നിർത്തി കേട്ടോ. ഫാനെല്ലാം റൂമിൽ നിർത്തി. യൂണിഫോമൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിഫോം എല്ലാം അങ്ങ് എടുത്ത് ഇടിയിപ്പിച്ചു. രാവിലെ നമുക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ യൂണിഫോം എല്ലാം അങ്ങ് ഇടിയിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് വീണ്ടും അവനെ ഒരുക്കാനെ കൊണ്ട് വീണ്ടും സമയമെല്ലാം പോകും. അതുകൊണ്ട് യൂണിഫോം എല്ലാം ഞാൻ ആദ്യമേ അങ്ങ് ഇടിയിച്ചു. ദേവനെ യൂണിഫോം ഇടാവുന്ന നേരത്ത് ഞാൻ ആദ്യമേ താഴോട്ട് അങ്ങ് ഇരുത്തി. കാരണം കട്ടിലിൽ അവനെ ഇരുത്തുന്നത് അത്ര സേഫ് അല്ല. കണ്ണൊന്ന് തെറ്റിയ അവൻ എഴഞ്ഞെഴഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യത ആയതുകൊണ്ട് താഴെ അങ്ങ് ഇരുത്തി കേട്ടോ. താഴെ ഇരുത്തിയപ്പോൾ ഭയങ്കര കരച്ചിൽ. ഒരു തരത്തിൽ കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ പനിയായിട്ട് കരച്ചിലും കൂടി ആയി. പനി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ അവനെ വീണ്ടും കട്ടിലോട്ട് തന്നെ അങ്ങ് ഇരുത്തി കേട്ടോ. എന്നിട്ടും കരച്ചിലിന് ശമനം ഒന്നുമില്ല. പിന്നെ ദേവനെ ഞാനങ്ങ് പെട്ടെന്ന് ഒരുക്കി ആദ്യം എടുക്കാനായിട്ട്. അങ്ങനെ അവനെ എല്ലാം ഒരുക്കി ഞാൻ താഴോട്ട് അങ്ങ് വിട്ടു കേട്ടോ. എന്നിട്ട് ആദ്യം പോയി അങ്ങ് എടുത്തു. ഒരുപാട് കിടന്ന് കരയുന്നുണ്ട്. പനി കൂടുമെന്നുള്ള പേടിയിൽ ഞാൻ അവനെ എടുത്ത് അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് ഒരുവിധം മാറ്റിയിട്ട് നേരെ റെഡിയാകാനെ കൊണ്ട് പോയി കേട്ടോ, അമ്പലത്തിലോട്ട് പോകാനേ. ആദിക്ക് പനിയായതുകൊണ്ട് അവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ. തലേന്നൊക്കെ നല്ല ടെമ്പറേച്ചറായിരുന്നു. അതുകൊണ്ട് രാവിലെ കുളിപ്പിക്കുന്നത് നല്ല റിസ്ക് ആയതുകൊണ്ട് അവനെ ഞാനങ്ങ് കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചു. ഞാനും ദേവയും കൂടി അമ്പലത്തിലോട്ട് പോയി കേട്ടോ. അമ്പലം ഇവിടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നു. അധികം താമസമൊന്നും ഉണ്ടായില്ല. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ അവന് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ അവന് കഴിക്കാൻ വലിയ പാട്. ഇത്തിരി എന്തോ കഴിച്ചെന്ന് വരുത്തി കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് പാല് കാച്ചി കൊടുത്തു. ഓൾറെഡി യൂണിഫോമൊക്കെ ഇട്ട് നിന്നതുകൊണ്ട് തന്നെ ഷൂസും സോക്സും ഒക്കെ ഇടുന്ന ഒരു പാടേ ഉള്ളായിരുന്നേ. 10 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 9:15 ആയപ്പോൾ തന്നെ ഇറങ്ങി. LKG ക്ലാസ്സൊക്കെ ഏത് സെക്ഷനാണെന്ന് നേരത്തെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ക്ലാസ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ്റെ ക്ലാസ് കണ്ടുപിടിച്ച് അവനെ അങ്ങ് ക്ലാസ്സിൽ കയറ്റിയിരുത്തി കേട്ടോ. ആൾക്ക് കരച്ചിലോ വിഷമോ ഒന്നുമില്ലായിരുന്നു. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സും നിറഞ്ഞു. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലായിരിക്കും, ഒരു വിഷമം തന്നെ ആയിരിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഇത് കണ്ടിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ.